ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിൽ പിണ്ണാക്കനാടിന് സമീപം ഹൈവേയിൽ നിന്നും 300 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുമ്പോൾ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള 12 സെന്റ് സ്ഥലവും 1750 സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ല വീടും ആ വീട് സ്ഥലവും ഇവിടെ മീനച്ചൽ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ചോദിക്കുന്ന വില 65 ലക്ഷം രൂപ. നെഗോഷ്യബിൾ ആണ്. കിണർ വെള്ളമുണ്ട്, പറ്റാത്ത കിണർ വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. മീനച്ചൽ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോ ഇതാ ഇവിടെ ആരംഭിക്കുമ്പോൾ 12 സെന്റ് സ്ഥലവും 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീടും കൂടിയാണ്. ഫ്രണ്ട് വ്യൂ കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല ഒരു അടിപൊളി വ്യൂവിലിരിക്കുന്ന നല്ലൊരു വീടാണ്. ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിൽ പിണ്ണാക്കനാടിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട്. ഗേറ്റ് തുറന്ന് കിടക്കുന്നു. നമുക്ക് നേരെ അകത്തേക്ക് പ്രവേശിക്കാം. വിശാലമായ മുറ്റവും സൗകര്യങ്ങളുമുണ്ട്. കാർ പോർച്ച് നേരെ ഫ്രണ്ടിൽ കാണാം. ഇതാണ് മുറ്റം. ഒരു 8, 9, 10 വണ്ടി വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മുറ്റം സൗകര്യങ്ങളുണ്ട്. വീട്ടിലൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നടത്താനായിട്ടുള്ള നല്ല മുറ്റവും സൗകര്യങ്ങളുമുണ്ട്. ഹൈവേയിൽ നിന്നും വെറും 300 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. ഇതൊരു ബൈക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ളൊരു കാർ പോർച്ചാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ബാക്ക് സൈഡിലേക്കൊക്കെ പോയാലും തൊട്ട് ഓപ്പോസിറ്റും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ളതെല്ലാം നല്ല വീടുകളാണ്, സ്റ്റാൻഡേർഡ് വീടുകളാണ്. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെയും നല്ല വിശാലമായ മുറ്റമുണ്ട്. നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി. ബാക്കിൽ കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗം ഇങ്ങനെ ഒരു ഷീറ്റ് വർക്ക് കൂടി ചെയ്തിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് തുണി അലക്കി ഉണങ്ങാനിടാനോ അല്ലെങ്കിൽ നമ്മൾക്ക് 2-3 പാത്രങ്ങളൊക്കെ വെച്ച് പുറത്ത് വെച്ച് കഴുകാനോ, മഴയുള്ള സമയത്തും പുറത്തിറങ്ങിയെന്നൊരു മീൻ വെട്ടാനോ ഇറച്ചി കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അതൊക്കെ വീട്ടിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിനകത്ത് അതിൻ്റെ സ്മെല്ലായിരിക്കും. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു ഷീറ്റ് വർക്കും കൂടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ ചുറ്റും കറങ്ങി വന്ന് നമ്മൾ നേരെ ഫ്രണ്ട് വ്യൂവിലേക്ക് വീണ്ടും വന്നു. ഫ്രണ്ട് മുറ്റത്തിൻ്റെ വ്യൂവിലേക്ക് വീണ്ടും വന്നു. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. നല്ല അടിപൊളി വ്യൂ ആയിട്ടുള്ള നല്ലൊരു വീടാണ്. കാർ പോർച്ച് കാണാം. കാർ പോർച്ചിൽ നിന്ന് നമുക്ക് ഇവിടെ നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് കയറുകയാണ്. സിറ്റ് ഔട്ടിലേക്ക് കയറിയാലും സിറ്റ് ഔട്ട് നല്ല വിശാലമായ സിറ്റ് ഔട്ട്. ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞത് ഇവിടെയാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറ്, ഫ്രണ്ട് ജനൽപ്പാളികൾ എല്ലാം തേക്കിൻ്റേതാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഡിസൈനോട് കൂടിയുള്ള ഫ്രണ്ട് ഡോറാണ് ഇവിടെ ഈ കാണുന്നത്. ഡോർ തുറന്ന് അകത്തേക്ക് കയറി വിശാലമായൊരു സ്വീകരണ മുറി, നല്ല വലിപ്പമുള്ള സ്വീകരണ മുറിയാണ് നമ്മളിവിടെ കാണുക. ഇത് നല്ല ഇൻറ്റീരിയർ വർക്കുകളാൽ അലങ്കൃതമായ അടിപൊളി സ്വീകരണ മുറിയാണ്. നമുക്ക് വീടിൻ്റെ അകത്ത് ചുറ്റുവട്ടമെല്ലാം ഒന്ന് കാണാം. ഇതാണ് TV യൂണിറ്റ് വെച്ചിരിക്കുന്നത്. നമുക്ക് കാണാം ഇവിടെയാണ് TV യൂണിറ്റിൻ്റെ പോയിന്റ് കൊടുത്തിരിക്കുക. തടി കൊണ്ടുള്ള വർക്കുകളാണ് TV യൂണിറ്റിൻ്റെ ഭാഗത്തെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ 2 ബെഡ്റൂമാണ്. ആ ബെഡ്റൂം കണ്ടതിന് ശേഷം നമുക്ക് ഡൈനിങ് ഹാള്, കിച്ചണ് എല്ലാം കാണാം. തടി കൊണ്ടുള്ള ഡോറുകൾ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ. അവിടെയും കബോർഡ് വർക്കുകൾ, തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഇതാണ് നല്ല വലിപ്പമുള്ള നല്ല ടോയ്ലറ്റാണ് ഇവിടെ കാണുന്നത്. പുറത്തേക്ക് ഇറങ്ങി രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കിടക്കാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ട്യൂബ് ലൈറ്റ്, ഒരു LED ബൾബ്, ഒരു ഫാന്, AC-യുടെ പോയിന്റ്, അതുപോലെ തന്നെ വുഡ് ലാമ്പ്, അങ്ങനെയൊക്കെയുള്ള ഇലക്ട്രിക് ഫിറ്റിങ്സുകൾ. ബാത്റൂമിലേക്ക് കയറി നല്ല ഭംഗിയുള്ള ടൈല് വർക്കുകളാണ്. അതുപോലെ തന്നെ മിറർ ലാമ്പ് എന്ന് വേണ്ടുന്ന എല്ലാ ബാത്റൂം ഫിറ്റിങ്സുകളോടും കൂടിയാണ് ഈ അടിപൊളിയാക്കി പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന വീട്. നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നല്ല വിശാലമായ നമ്മുടെ സ്വീകരണ മുറിയുടെ ഫ്രണ്ടിലൂടെ തന്നെ നമുക്ക് ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. ഈ കയറി വരുമ്പോൾ തന്നെ TV യൂണിറ്റിൻ്റെ ഭാഗം തൊട്ട് അങ്ങേയറ്റം ഒരു ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുക. നേരെ ഇതാണ് ഡൈനിങ് ഹാള്. നല്ല ഇൻറ്റീരിയർ വർക്കുകളാൽ ജിപ്സം സീലിംഗ്, ഹോൾ സീലിംഗിൽ അലങ്കൃതമായ നല്ല ഡൈനിങ് ഹാളാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഇവിടെ നമ്മുടെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കയറുന്നത്. 3ാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ നമ്മൾക്ക് ഈ കബോർഡ് കാണാം.
നല്ല കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് കാണാം. ഹൈവേയിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് വെറും 300 മീറ്റർ ദൂരം മാത്രമാണ്. 12 സെന്റ് സ്ഥലമാണ്, 1750 സ്ക്വയർ ഫീറ്റ് ആണ്. 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ് ആണ്. കബോർഡുകളൊക്കെ തടി കൊണ്ടുള്ള കബോർഡുകളാണ് ചെയ്തിരിക്കുക. നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയാണ്. കടകളിലേക്ക് പോകുവാനായിട്ട് ഈ 300 മീറ്റർ ദൂരമേ ഉള്ളൂ. ഈ ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാനായിട്ട് ഈ പറഞ്ഞ 300 മീറ്ററേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പള്ളിയിലേക്കൊക്കെ പോകുവാനായിട്ടാണെങ്കിൽ ഏകദേശം 1 കിലോമീറ്ററിനടുത്താണ് ദൂരം. ഞായറാഴ്ചകളിൽ കുർബാന ഉള്ള പള്ളിയിലേക്ക് പോകുവാനായിട്ട് വെറും 500 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ആരാധനാലയങ്ങൾ, അമ്പലം അല്ലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ ദൂരം മാത്രമാണ്. വാഷ് ഏരിയയാണ് ഇവിടെ കാണുക. നമുക്ക് ഹോട്ടലുകൾ, അതുപോലെ തന്നെ വെജിറ്റബിൾ ഷോപ്പുകൾ, കോൾഡ് സ്റ്റോറേജുകൾ, സൂപ്പർ മാർക്കറ്റുകൾ എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും 500 മീറ്റർ ചുറ്റളവിലാണ് ലഭിക്കുക. ഇവിടുന്ന് കാഞ്ഞിരപ്പള്ളിയിലേക്കുള്ള ദൂരം 6 കിലോമീറ്ററും ഈരാറ്റുപേട്ടയിലേക്കുള്ള ദൂരം 8 കിലോമീറ്ററും മാത്രമാണ്. നമുക്ക് ഇവിടുന്ന് പൈക ടൗണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 7 കിലോമീറ്റർ ദൂരം മാത്രമാണ്. മുണ്ടക്കയത്തേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 10 കിലോമീറ്റർ ദൂരം മാത്രമാണ്. അങ്ങനെ എല്ലാ ടൗണുകളുടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്ന 24 മണിക്കൂറും ബസ് സൗകര്യമുള്ള ഹൈവേയുമായിട്ടാണ് 300 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീടിനുള്ളത്. നിർദ്ദിഷ്ട എരുമേലി എയർപോർട്ടുമായിട്ടും ഈ വീടിന് 15 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത്. നമ്മൾ നല്ലൊരു അടിപൊളി കിച്ചണിലേക്കാണ് പ്രവേശിച്ചത്. നല്ല വലിപ്പമുള്ള, നല്ല ഭംഗിയുള്ള നല്ലൊരു കിച്ചൺ. ആ കിച്ചൻ്റെ സൗകര്യങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ പുറത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണുകയാണ്. വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റ് ഇവിടെയാണ് കൊടുത്തിരിക്കുക. ഇവിടുന്ന് നമ്മൾ പുറത്തെ ഷീറ്റ് വർക്ക് കണ്ടു. ഇവിടുന്ന് വാഷിംഗ് മെഷീൻ തുണി അലക്കി വാഷ് ചെയ്ത് നമുക്ക് കൊണ്ട് ഉണങ്ങാനിടാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ ഷീറ്റ് വർക്ക് ചെയ്തിരിക്കുക. നല്ല നല്ല തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ, സൂപ്പറായിട്ടുള്ള കബോർഡ് വർക്കുകളാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ മറക്കണ്ട, 12 സെന്റ് സ്ഥലം, 1750 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ്, ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡ്, പിണ്ണാക്കനാടിന് സമീപത്തായിട്ട് ഹൈവേയിൽ നിന്നും വെറും 300 മീറ്റർ ദൂരം മാത്രം പോയി കഴിയുമ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ അടിപൊളി വീട് ചോദിക്കുന്ന വില 65 ലക്ഷം രൂപ മാത്രം. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ്. മറക്കണ്ട, എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. നേരിൽ വന്ന് ഈ പ്രോപ്പർട്ടി കാണുവാനായിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.